തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ലോകയാത്രയിൽ ക്ഷീണിതരായി നമ്മൾ വീണു തളർന്നിടാതെ, ഈ ലോകയാത്രയിൽ ക്ഷീണിതരായി നമ്മൾ വീണു തളർന്നിടാതെ, ആ നല്ല നാളിനായി ദീപം തെളിച്ചോരായി ഓരോ നിമിഷവും കാത്തിരിക്കാം. ആ നല്ല നാളിനായി ദീപം തെളിച്ചോരായി ഓരോ നിമിഷവും കാത്തിരിക്കാം. കാലം കഴിയാറായി, കഷ്ടത തീരാറായി, ദേവാധിദേവനും വന്നിടാറായി. കാലം കഴിയാറായി, കഷ്ടത തീരാറായി, ദേവാധിദേവനും വന്നിടാറായി. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ സന്തോഷ് പി ലൂക്കോസ്, പുതുപ്പള്ളി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ തൻ്റെ സന്ദേശം ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുവിശേഷം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു ആകുന്ന വ്യക്തിയാണ്. യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർത്തപ്പെട്ട് ഗലീലയിൽ പ്രസംഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായ കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സുവിശേഷത്തെക്കുറിച്ചുള്ളതായ 4 പ്രധാനമായ വസ്തുതകളാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷം കർത്താവായ യേശുക്രിസ്തു പ്രസംഗിക്കുവാൻ തുടങ്ങി, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ പ്രസംഗിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ താൻ വിശ്വസിക്കുവാൻ ഉതകുന്നതായ ഒരു സന്ദേശം താൻ പറഞ്ഞു. അത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു എന്താണ്? സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി. എന്നാൽ പിന്നീട് യേശുക്രിസ്തു ശേഷമുള്ളതായ അപ്പോസ്തലന്മാരെല്ലാവരുടെയും പ്രസംഗത്തിൽ യേശുക്രിസ്തു ആകുന്ന ആ കേന്ദ്രബിന്ദു പ്രതിഫലിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അത് 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. 2, സുവിശേഷത്തിന് ഒരു സന്ദേശമുണ്ട്. സുവിശേഷത്തിന്റെ സന്ദേശമാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇത്ര വലിയ രക്ഷ. സുവിശേഷത്തിന്റെ സന്ദേശമായിട്ടിരിക്കുന്നത് രക്ഷയാണ്. സുവിശേഷം അറിയിക്കപ്പെടുമ്പോൾ രക്ഷയുടെ സന്ദേശമാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ളതായ ആ വിലപ്പെട്ട രക്ഷ, വലിയ രക്ഷയാണ് സുവിശേഷ സന്ദേശത്തിലൂടെ അറിയിക്കപ്പെടുന്നത്. 3-ാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുവിശേഷ സന്ദേശത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-31 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പ്രിയമുള്ള, സുവിശേഷം കേൾക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും മാനസാന്തരപ്പെടുവാനായിട്ട് സുവിശേഷം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സന്ദേശമാണ്. നമുക്കറിയാം, മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മടങ്ങി വരവ്, തിരിഞ്ഞു വരവ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സുവിശേഷം അറിയിക്കപ്പെടുമ്പോൾ, രക്ഷതായ യേശുക്രിസ്തുവിനെ പറ്റി അറിയിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷയെക്കുറിച്ച് ആളുകൾ അറിയുമ്പോൾ അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പാപവഴികളെ വിട്ട് മടങ്ങി വരിക എന്നുള്ളതാണ്. സുവിശേഷം കേട്ടുള്ള മാത്രയിൽ ഒരു വ്യക്തിക്ക് തന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുകയും പാപത്തിന് പരിഹാരകനായ യേശുക്രിസ്തുവിനെ അവൻ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അവൻ അവിടെ വെച്ച് തന്റെ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച് മടങ്ങി വരുന്നു. എൻ്റെ പ്രിയ കേൾവിക്കാരാ,
മാനസാന്തരപ്പെട്ട അനുഭവം നിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് വരികിൽ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന സന്ദേശമാണ്. സുവിശേഷം നിന്നെ മാറ്റുന്ന സന്ദേശമാണ്. നിന്റെ കഴിഞ്ഞകാല പാപവഴികൾ എത്ര വലുതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും നീ എത്ര പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, യേശു ക്രിസ്തു നിന്നെ മാറ്റുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. അത് സുവിശേഷത്തിന്റെ സന്ദേശം മാത്രമാണ്. ആ സന്ദേശം നിന്നെ മാറ്റുന്നു. നാലാമത്തെ കാര്യം, സുവിശേഷത്തിന്റെ മുന്നറിയിപ്പ് എന്താണ്? സുവിശേഷത്തിന്റെ സന്ദേശം രക്ഷയുടെ ദൂതായിട്ട് നമ്മുടെ കാതുകളിൽ എത്തുകയാണ്. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ അവന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായി. അവൻ പാപത്തെ ഏറ്റുപറയുമ്പോൾ അവന് സമാധാനവും സന്തോഷവും നിത്യജീവനും അവന് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അടുത്തത്, സുവിശേഷ സന്ദേശം ഒരു വലിയ മുന്നറിയിപ്പാണ്. ഇത് രക്ഷയുടെ സമാധാനത്തിന്റെ സന്ദേശമായിരിക്കുമ്പോൾ തന്നെ ഇതൊരു മുന്നറിയിപ്പും കൂടിയാണ്. എന്താ മുന്നറിയിപ്പ്? നമുക്കറിയാം, മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും സുവിശേഷ സന്ദേശം ഒരു മുന്നറിയിപ്പാണെന്ന് പറയുമ്പോൾ ഈ സുവിശേഷം ഇപ്പോൾ കേൾക്കുന്ന നിനക്ക് ഇതൊരു അവസരമാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ അംഗീകരിച്ച് കർത്താവിലേക്ക് വരുവാനായിട്ടുള്ളൊരു അവസരമാണ്. ഇനി അതല്ല, ഈ സുവിശേഷം വേണ്ട എന്ന് വെച്ചാൽ, തള്ളിക്കളഞ്ഞാൽ ഈ സന്ദേശം ന്യായവിധിയുടെ സന്ദേശമാണ്. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ള സ്നേഹിതരെ, രക്ഷിക്കുന്ന കർത്താവ് നാളെ നിന്നെ ന്യായം വിധിക്കും. അതുകൊണ്ട് ഇത് പകലിൽ ഈ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. വരുവാൻ പോകുന്ന ന്യായവിധിയും ന്യായവിധിക്ക് ശേഷമുള്ളതായ നിത്യനരകവും ഒഴിയുവാൻ ഒരേ ഒരു മാർഗം സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് രക്ഷകനായി കർത്താവായി സ്വീകരിക്കുക. ദൈവം നിന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം കഴിയാറായി, കഷ്ടത തീരാറായി, ദേവാധിദേവനും വന്നിടാറായി. കാലം കഴിയാറായി, കഷ്ടത തീരാറായി, ദേവാധിദേവനും